ഒരിക്കൽ യേശു പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. മരിക്കുന്നതിന് മുൻപ് ജോൺ മാർപ്പാപ്പയോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. വാട്ട് ചർച്ച് ഡോക്ട്രിൻ മോസ്റ്റ് നീഡഡ് റീ-എംഫസിസ് ടുഡേ? ഹി റിപ്ലൈഡ്, ദി ഡോക്ട്രിൻ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സിദ്ധാന്തം. വളരെ നന്നായി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തതായിരുന്നു. എന്നാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അങ്കലാപ്പും ഭയവും നിമിത്തം എല്ലാം മറന്നുപോയി. ഒത്തിരി ആശിച്ചതായിരുന്നു, എന്നാൽ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ എന്തോ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വല്ലാത്ത ഒരു ധൈര്യം, നല്ല തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും വാക്ചാതുരതയും. ഞാൻ അറിയുന്നു ഇത് ആ സഹായകൻ്റെ പ്രവൃത്തിയാണ്. മുന്നേ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, ശത്രുക്കൾ ഏറി വരുമ്പോൾ മനസ്സ് വിഷാദത്തിലേക്കും ആത്മഹത്യ ചിന്തകളിലേക്കും ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലിപ്പോൾ മനസ്സിൽ ആരോ എന്നോട് സംസാരിക്കുന്നു, ഇതും കടന്നു പോകും. നിന്റെ ശത്രുക്കൾ ഒരു വഴിയെ വരും, അവർ 7 വഴിയെ ചിതറിയോടും. ഇതിനപ്പുറം ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി അപ്രകാരം തന്നെ ആരോ എന്നോട് സംസാരിക്കുന്നു. ഇത് ആ സഹായകൻ്റെ പ്രവൃത്തിയാണ്. മുന്നേ ജീവിതത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിവില്ലാത്തവനായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരോ ശക്തമായി എൻ്റെ ഉള്ളത്തോട് സംസാരിക്കുന്നു. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇത് ആ സഹായകൻ്റെ പ്രവൃത്തിയാണ്. മുന്നേ തൻ്റെ വേലയിൽ എത്ര പരിശ്രമിച്ചാലും വിജയം നേടാത്തവനായിരുന്നു. ഒരു രാശിയും ഇല്ലാത്തവൻ, ഒരു കൈപുണ്യവും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ മാറ്റി നിർത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സഫലമാകുന്നു. ആളുകൾ എന്നെ ആവശ്യം ഇല്ലെങ്കിലും കൂടെ കൊണ്ടുപോകുന്നു. കാരണം ഞാൻ കൂടെയുണ്ടെങ്കിൽ അവരുടെ കാര്യം സാധ്യമാകും. ഇത് ആ സഹായകൻ്റെ പ്രവൃത്തിയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 31:3 ഒരു മനുഷ്യനെ തൻ്റെ വേലയിൽ സമർത്ഥനാക്കാൻ തൻ്റെ പുണ്യാത്മാവിനെ നിറച്ചിരിക്കുന്നതായി കർത്താവ് അരുളി ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ജോലിയിൽ സാമർഥ്യം ഉള്ളവരായി നാം മാറുന്നു. പോരല്ലോ, ഈ സഹായകൻ്റെ ശക്തി ഇവിടം കൊണ്ട് ഒതുങ്ങുന്നില്ലല്ലോ. ഒരു പെണ്ണായിട്ടാണ് ജനിച്ചത്. വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ അവൾ തന്നിൽ ഒരു അപകടം പതിയിരിക്കുന്നത് മനസ്സിലാക്കി. പ്രകൃതിയുടെ നിയമമനുസരിച്ച് ഒരു പുരുഷനോട് ആയിരുന്നു തനിക്ക് ഇഷ്ടം തോന്നേണ്ടിയിരുന്നത്. ഒരു പുരുഷ ശരീരത്തോടായിരുന്നു തനിക്ക് പ്രണയം തോന്നേണ്ടിയിരുന്നത്. എന്നാൽ ഒരു പെൺ ശരീരത്തോടാണ് തനിക്ക് പ്രണയം തോന്നുന്നത്. ശരീരത്തിൻ്റെ ഘടനയോ പൂർവ്വപിതാക്കന്മാരിലൂടെ കടന്നു വന്ന ശാപമോ അറിഞ്ഞുകൂടാ. സ്വന്തം വീട്ടുകാരോടും ബന്ധുക്കളോടും തുറന്നു പറയാൻ മടിയായതുകൊണ്ട് വീർപ്പ് മുട്ടി കഴിയുന്നു. എന്നാൽ ആരും നിന്നോട് സുവിശേഷിക്കാത്ത ഒരു സുവിശേഷം, എ ഗുഡ് ന്യൂസ്, ഞാൻ നിന്നോട് സുവിശേഷിക്കുന്നു. ഭൂമി പാഴായും ശൂന്യവുമായും ഇരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വാസയോഗ്യമല്ലാതിരുന്ന ഭൂമിയെ ദൈവത്തിൻ്റെ ആത്മാവിന് ചെത്തിമിനുക്കിയും മനുഷ്യന് വാസയോഗ്യമാക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഈ ആത്മാവ് നിന്നെയും ചെത്തിമിനുക്കി അവന് വാസയോഗ്യമാക്കുവാൻ ശക്തനാണ്. കാരണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഏത് വീട്ടുടമസ്ഥനാണ് തൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊട്ടിച്ചോർന്നൊലിക്കുന്നത് കണ്ടാൽ മഴക്കാലം വരുന്നതിന് മുൻപ് അത് പണി കഴിപ്പിച്ച് നേരെയാക്കാത്തത്? ദൈവാത്മാവിൻ്റെ ശക്തിയെ അളക്കാൻ മനുഷ്യന് സാധ്യമല്ല. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഫോർ വിത്ത് ഗോഡ് നത്തിങ് ഷാൽ ബി ഇമ്പോസിബിൾ.
ഇതേ ആത്മാവ് തന്നെയാണ് ഒരു മനുഷ്യന് ആഴത്തിൽ ഉള്ള പാപബോധവും അനുതാപവും പ്രദാനം ചെയ്യുന്നതും ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നതും. ഓ ഗോഡ്, എനിക്ക് മറ്റൊന്നും നിന്നോട് ചോദിക്കാനില്ല ദൈവമേ. എനിക്ക് ഈ പുണ്യാത്മാവിനെ മാത്രം മതി. കാരണം ഈ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം സാധിക്കും. ഞാനും പ്രാർത്ഥിക്കുന്നു, പിതാവേ, എനിക്കും ഈ പുണ്യാത്മാവിനെ തരയണമേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ.